ഇന്നിപ്പോൾ ഈ സമാപന സമ്മേളനം ആയതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അവധി നൽകിയത്. നമുക്ക് ആ വേദിയിലേക്ക് ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയും, വേദി ആകെ നിറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2-3 ദിവസം നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ ഈ സമയത്ത്, അതായത് വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം മാത്രം ആളുകൾ എത്തിക്കൊണ്ടിരുന്ന ഒരു സമയമാണ് കഴിഞ്ഞ ഒരു 4-5 ദിവസം ഞാനിവിടെ കണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ ഈ സമാപന സമ്മേളനം ആയതുകൊണ്ട് എല്ലാ കുട്ടികളും ഇവിടെ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ മത്സരം കാണാം, ഇന്ന് പൊതുവെ മത്സരങ്ങൾ കുറവായിരുന്നു. ഏകദേശം ഒരു 10 വേദികളിൽ മാത്രമാണ് ഇന്ന് മത്സരം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും, തിരുവനന്തപുരം ജില്ലയിലെ കുട്ടികൾ പലരും ഓരോരുത്തരായിട്ട് ഈ വേദിയിൽ സമാപന സമ്മേളനം കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്നവർ മത്സരം കഴിഞ്ഞ് പോകുന്നവർ ഓരോരുത്തരായിട്ട് അവരവരുടെ നാടുകളിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടിയും ഓരോരുത്തരുടെയും മത്സരം കഴിയുന്ന മുറയ്ക്ക് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ വേദികളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പൊതുവെ വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കുള്ള ദിവസമാണ്. ഇന്ന് സമാപന സമ്മേളനം ആയതുകൊണ്ട് തന്നെ കുറേ പേര് ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. അതിൻ്റെ ഇവിടെ കുറച്ച് കുട്ടികൾ ഒരുപോലെ. നിങ്ങൾ ഏതായിരുന്നു നിങ്ങളുടെ മത്സരം? കഥാപ്രസംഗം. നിങ്ങളെല്ലാവരും കഥാപ്രസംഗം. ഞാൻ നേരത്തെ സംസാരിച്ചതും കഥാപ്രസംഗത്തിൽ ആൾക്കാരാണ്. നിങ്ങൾ ഒരു ടീമായിരുന്നു അല്ലേ? എവിടുന്നാ വന്നേ? കാസർഗോഡ്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? ഏത് എ ഗ്രേഡ് കിട്ടിയല്ലോ? എന്തായിരുന്നു നിങ്ങളുടെ വിഷയം? കഥാപ്രസംഗത്തിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാണോ ഖാദിക? പെണ്ണെന്നാൽ വെറുമൊരു ശരീരമോ ഉപഭോഗ വസ്തുവോ ആണെന്ന് ചിന്തിക്കുന്ന, അടിച്ചും തൊഴിച്ചും പെട്രോൾ ഒഴിച്ച് ചുട്ടും ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയും അവളെ നശിപ്പിക്കാമെന്ന് കരുതുന്ന മനോവൈകല്യങ്ങൾക്കാണ് ചികിത്സ നൽകേണ്ടത്. അതായത് ഇതിന്റെ ഇടയിലുള്ള മ്യൂസിക്കൽ സാധനങ്ങളൊക്കെ വേണം അല്ലേ? അതും കൂടെ ആകുമ്പോഴായിരിക്കും നിങ്ങൾ അതിൻ്റെതായ ആ ഊർജ്ജത്തിൽ പോവുക. എനിക്കത് മനസ്സിലാവും. എന്താ നിങ്ങളുടെയൊക്കെ പേരെന്താ? മോളുടെ പേരെന്താ? ഖാദികയുടെ പേരെന്താ? മധു. മോന്റെ മോന്റെ ഏതാ ഇവന്റെ? ഹാർമോണിയം. അഭിഷേക്. ഓക്കെ, നമ്മളെ സംസാരിച്ചതിൽ സന്തോഷം. അപ്പോൾ കുട്ടികൾ കാസർഗോഡ് നിന്നാണ്. അവര് കഥാപ്രസംഗം കഴിഞ്ഞതിന് ശേഷം എ ഗ്രേഡ് സ്വന്തമാക്കി മാറിയ കുട്ടികളാണ് ഇപ്പോൾ നമ്മളൊപ്പം ഇരുന്നത്. എൻ്റെ കൂടെ അക്ഷയ കൂടിയുണ്ട്. അക്ഷയ, ആ ഫ്രണ്ടിൽ പോയി നിന്ന് ആ സമയത്തൊക്കെ കണ്ടത് എന്തൊക്കെയാ? ഫ്രണ്ടിൽ പോയപ്പോൾ വൻ കാഴ്ചകളാണ് ഫ്രണ്ടിൽ കണ്ടത്. എന്തായാലും വലിയ ആവേശമാണ്. കുട്ടികളൊക്കെ വലിയ ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹാപ്പിയോടെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ കപ്പടിച്ചു എന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂരിലെ പിന്നെ അല്ലാണ്ട് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. 25 വർഷത്തിന് ഇപ്പുറത്തേക്ക് ഒരു പോയിന്റ് കപ്പടിക്കാനൊക്കെ പറ്റാന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വൻ ഹാപ്പി ആയിരിക്കും. അത് അത്രമേൽ ടൈറ്റ് കോമ്പറ്റീഷനും ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കണ്ടതാണ്. 4 ദിവസം കണ്ണൂര് അതിന്റെ അവസാനമാണ് ഈ ഒരു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് കഴിഞ്ഞ 4 ദിവസവും നമ്മൾ വൈകിട്ടത്തെ ഷോയിലൊക്കെ പോയിരുന്നില്ല പറയുന്ന സമയത്ത് കണ്ണൂരായിരുന്നു മുന്നിൽ. കണ്ണൂർ, പിന്നെ പാലക്കാട്, അങ്ങനെ ആണ് നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ ആ ഒരു ദിവസത്തെ ആ മത്സരം, ആ പ്രകടനം, അത് ഇന്നത്തെ ഇവന്റുകൾ അതെല്ലാം തൃശ്ശൂരിന് നിർണായകമായി. തൃശ്ശൂർ വളരെ വേഗം മുന്നിൽ കയറി. ഇഞ്ചോടിഞ്ചാണെങ്കിൽ കൂടിയും കപ്പെടുത്തത്, ജയിച്ചത് തൃശ്ശൂരാണ്. ഇഞ്ചോടിഞ്ചാണ്. അതായത് ഒരു പോയിന്റിന്, നേരത്തെ ദിവിഷ് അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു, ഒരു പോയിന്റിന് 100 പോയിന്റിന്റെ പവർ ആണെന്ന്. അത് ഒരു പോയിന്റിന്റെ 100ന്റെ അല്ല, 1000ന്റെയും 10,000ന്റെയും, ഒരു പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു 1/4 നൂറ്റാണ്ടിന്റെ പവർ തന്നെ ഉണ്ടെന്ന് പറയണം. അതിനപ്പുറത്തേക്കാണ് തൃശ്ശൂർക്കാർക്ക് ആ കപ്പ് സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്തത്. എന്തായാലും 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇവിടെ കൊടിയിറങ്ങുകയാണ്. നമുക്ക് മുമ്പില് തിരുവാതിര കളിക്കാരുണ്ട്. ഓരോ ഏതാ മക്കളെ അയച്ചു ചെയ്തത്? നിങ്ങൾ പോയി വഞ്ചിപ്പാട്ടുകാര്, അങ്ങനെ അവര് വരും. അവർക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലേ? അങ്ങനെ ഓരോ ഐറ്റങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു കാണുന്നുണ്ട്. നമുക്ക് ചുറ്റുമായിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ഉള്ളത് കലാകാരികളും കലാകാരന്മാരും ഒക്കെയാണ്. എന്തായാലും ഇനിയിപ്പോ ടൊവിനോ തോമസും ആസിഫ് അലിയുമാണ്. ഒരു കൺഫ്യൂഷൻ ആയി. ഇത് മത്സരം കഴിഞ്ഞിട്ട് വന്നവരായിരിക്കും എല്ലാവരും. അപ്പോൾ ഓരോരുത്തരും അവരവരെ, അതായത് കുറെ പേര് സമാപന സമ്മേളനം കാണാൻ പോകുന്നവരുണ്ട്, കുറെ പേര് വീടുകളിലേക്ക് മടങ്ങാനുള്ള ധൃതിയിൽ പോകുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് കലാകാരും എല്ലാവരും വരുന്നത്. ആ ഒരു കലാകാരൻ എന്താ നിങ്ങളുടെ ഐറ്റം എന്തായിരുന്നു? നാടോടി നൃത്തം. എങ്ങനെ ഉണ്ടായിരുന്നു? എ ഗ്രേഡ് ഉണ്ടായിരുന്നു. എവിടുന്നാ വന്നേ മോനെ? ആലപ്പുഴയിൽ. എന്തായിരുന്നു നിങ്ങളുടെ ആ സബ്ജക്ട്? എന്തായിരുന്നു നാടോടി? ഓക്കെ. സന്തോഷം. അങ്ങനെ ഒരുപാട് കുട്ടികൾ, അതായത് ഈ സമാപന സമ്മേളനം കാണാനെത്തിയ ഒരുപാട് പേരുണ്ട്. മത്സരം കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നവരുണ്ട്. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1999 ശേഷം തൃശ്ശൂർ ഇപ്പോൾ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കുന്നത് ഈ 2025-ലാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചത് വലിയ നേട്ടം തന്നെയാണ്. 1996-ലും 99-ലും തൃശ്ശൂർ തന്നെയായിരുന്നു ജേതാക്കൾ. പക്ഷെ അതിനുശേഷം ഈ 25 വർഷത്തിന് ശേഷം, 1/4 നൂറ്റാണ്ടിന് ശേഷം തൃശ്ശൂർ ഒരിക്കൽ കൂടി സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ്. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവർ അവസാന നിമിഷം കയറി വന്നുവെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ദിവിഷ് നേരത്തെ പറഞ്ഞു 1000 പോയിന്റിന്റെ വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച്, തൃശ്ശൂരിനെ സംബന്ധിച്ച് അത് അത്രയും വലിയൊരു നേട്ടം തന്നെയാണ്.